ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാർട്ട് സ്കൂൾ സ്റ്റുഡൻറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? ഇതിപ്പോൾ 2 ദിവസം മുമ്പ് നടന്ന അടിസ്ഥാന പാഠാവലി സ്റ്റാൻഡേർഡ് 7 ലേറ്റസ്റ്റ് സിലബസ് ആനുവൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീസുമാണ്. പ്രവർത്തനം 1 വായിക്കാം എഴുതാം. നീർപക്ഷികളുടെ കൂടൊരുക്കൽ കാലം. വെള്ളത്തിൽ നടന്ന് ഇര തേടുന്ന പക്ഷികൾക്ക് പൊതുവായ ചില ശാരീരിക പ്രത്യേകതകളുണ്ട്. ഏറ്റവും പ്രധാനം നീണ്ട കാലുകളും നീണ്ട കഴുത്തുകളുമാണ്. ജലക്കെട്ടുകളിൽ നടന്ന് ഇര തേടുന്നതിന് നീണ്ട കാലുകൾ സഹായിക്കും. ജലജീവികളെ വലിയ ആയാസം കൂടാതെ കൊത്തിയെടുക്കാൻ നീണ്ട കഴുത്തും കൊക്കും ഗുണം ചെയ്യും. വെള്ളത്തിൽ നടന്ന് ഇര പിടിക്കുന്ന പക്ഷികളുടെ മറ്റ് പ്രത്യേകതകൾ കൂടി പരിഗണിച്ച് ഇക്കൂട്ടരെ 3 തരംതിരിക്കാം. ക്രെയിൻ, സ്റ്റോർക്ക്, ഹെറൻ. ഇംഗ്ലീഷ് പേരുകൾ യഥാക്രമം സാരസങ്ങൾ, ബകങ്ങൾ, ഞാറകൾ എന്നിങ്ങനെ മലയാളീകരിക്കാം. സാരസങ്ങളാണ് ഇക്കൂട്ടത്തിലെ വലിയ പക്ഷികൾ. കേരളത്തിൽ ഇവയെ കാണാറില്ല. എന്നാൽ ചില ജാതി സാരസങ്ങൾ തമിഴ്നാട്ടിൽ കാണാറുണ്ട്. രാജസ്ഥാനിലെ ഭരത്പൂർ പക്ഷി സങ്കേതത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് സൈബീരിയയിൽ നിന്നെത്തുന്ന സാരസങ്ങളാണ്. ഇവ ആകാശത്തിലേക്ക് കൊക്ക് ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. കൂടൊരുക്കുന്ന കാലത്ത് ആണും പെണ്ണും ചേർന്ന് മുഖാമുഖം നിന്ന് ഇത്തരത്തിൽ പാട്ട് കച്ചേരികൾ നടത്തുക പതിവാണ്. സി റഹീം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എല്ലാം പാരഗ്രാഫ് നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടല്ലോ. ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പക്ഷികളുടെ നീണ്ട കാലും കഴുത്തും എന്തിന് സഹായകരമാണ്? വെള്ളത്തിൽ ഇര തേടാൻ, വെള്ളത്തിൽ നടക്കാൻ, വെള്ളം കുടിക്കാൻ, വെള്ളത്തിൽ മുങ്ങാൻ. കൃത്യമായിട്ട് പറയുന്നുണ്ട് വെള്ളത്തിൽ നടക്കാനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. ക്രെയിൻ, സ്റ്റോർക്ക്, ഹൈഗൻ വിഭാഗം പക്ഷികളുടെ പ്രത്യേകത എന്താണ്? അതും ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയല്ലേ അത്. ഇരകളെ കൊത്തി നോവിക്കുന്നു, വെള്ളത്തിൽ നിന്ന് ഇര പിടിക്കുന്നു, ഇരകളെ ദിവസങ്ങളോളം സൂക്ഷിക്കുന്നു, ഇരകളെ പങ്കുവച്ച് കഴിക്കുന്നു. ഈ പറയുന്നതിൽ ഏതാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ബി എന്നെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. സോ വെള്ളത്തിൽ നിന്ന് ഇര പിടിക്കുന്നു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, സാരസങ്ങളുടെ പ്രത്യേകതകൾ എന്ത്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് പറക്കാറില്ല, വലിയ പക്ഷികൾ, ഭാരക്കൂടുതൽ, ചിറകില്ല. പക്ഷികളാവുമ്പോൾ ചിറകുണ്ടാവുമല്ലോ, പറക്കാറില്ല. അപ്പോൾ അതിലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് വലിയ പക്ഷികളെന്ന്. സാരസങ്ങൾ വലിയ പക്ഷികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഭരത്പൂർ പക്ഷി സങ്കേതത്തിലെ ആകർഷണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നോക്കിയേ, സൈബീരിയയിൽ നിന്നെത്തുന്ന സാരസം, വെള്ളത്തിലെ നീർപക്ഷികൾ, പഞ്ചവർണ്ണ തത്തകൾ, കൂനിയിരിക്കുന്ന കുളക്കൊക്കുകൾ. അവിടെയും കൃത്യമായിട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, സൈബീരിയയിൽ നിന്നെത്തുന്ന സാരസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സാരസങ്ങൾ പാട്ട് കച്ചേരി നടത്തുന്നത് എപ്പോഴാണ്? അതും ലാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ കൂടൊരുക്കുമ്പോൾ, ഇര തേടുമ്പോൾ, ഇണയെ കാണുമ്പോൾ, ശത്രുവിനെ കാണുമ്പോൾ. അതിൻ്റെ ആൻസർ ഈസ് എ കൂടൊരുക്കുമ്പോൾ. അതും കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. കത്ത്, അതുങ്ങൾ വന്ന് ആറ്റിലെല്ലാം വിഷം കലക്കിയിട്ട് പോയത് നിങ്ങളെല്ലാം ഒന്ന് മിണ്ടാതെ നോക്കി നിന്നുവല്ലേ? ആറ്റിറമ്പ് ഗ്രാമത്തിലെ പുഴയിൽ ഇതര നാട്ടുകാർ വന്ന് മീൻ പിടിച്ചു കൊണ്ടുപോയ കാര്യമറിഞ്ഞ് നാട്ടിലെ മീൻപിടുത്തക്കാർ ക്ഷുഭിതരായി പറഞ്ഞതാണിത്. കച്ചവട ലാഭം മാത്രം നോക്കി പുഴകളെ മലിനമാക്കുന്നതും മത്സ്യങ്ങൾക്ക് വംശനാശ ഭീഷണി ഉയർന്നതും പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന് കത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കത്തിൻ്റെ ഫോർമാറ്റ് ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു സാമ്പിൾ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു സാമ്പിൾ ആൻസർ നോക്കിയാലോ. ഒരു ഫോമൽ ലെറ്ററാണ്. ഓക്കെ, പഞ്ചായത്ത് പ്രസിഡന്റിനാണ് ലെറ്റർ അയക്കേണ്ടത്. ഇതൊരു നിവേദനവുമല്ല. സോ നമുക്ക് എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ, ആരാണോ ഫ്രം എന്ന് നമ്മൾ എഴുതുന്നതിനെ പകരം ഇവിടെ പ്രേക്ഷകൻ എന്നാണ് മലയാളത്തിൽ പറയുക. നമ്മുടെ പേര്, വീട്ടുപേര്, സ്ഥലം, പിൻകോഡ് കൊടുക്കുക. നോർമലി നമ്മൾ ഫുൾ അഡ്രസ്സ് എഴുതുന്ന പോലെ. പിന്നെ ആർക്കാണോ ടു എന്ന് നമ്മൾ ഇംഗ്ലീഷിലില്ലേ, അതുപോലെ സ്വീകർത്താവ് എന്ന് എഴുതുക. പ്രസിഡൻറ്റ് ഏത് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്, പഞ്ചായത്ത്, സ്ഥലം, ജില്ല, ദെൻ പിൻകോഡും കൂടി എഴുതുക. അപ്പോൾ വിഷയം എന്താണ്? വിഷയം പുഴകളുടെ മലിനീകരണവും മത്സ്യങ്ങൾക്കുള്ള ഭീഷണിയും. അതിനെപ്പറ്റിയാണ്, അതാണ് സബ്ജക്റ്റായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട അങ്ങനെയല്ല എഴുതാം. അല്ലെങ്കിൽ ലേഡി ആണെങ്കിൽ മാഡം എന്നോ, പുരുഷനാണെങ്കിൽ സർ എന്നോ അഭിസംബോധന ചെയ്യാം. സർ, ഞങ്ങളുടെ ആറ്റിറമ്പ് ഗ്രാമത്തിലെ പുഴ നിരവധി ജീവജാലങ്ങൾക്കും
പ്രദേശവാസികൾക്കും അത്യന്താപേക്ഷിതമായ ഒരു ജലസ്രോതസ്സാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് എഴുതാം. എന്നാൽ കുറച്ചു നാളുകളായി ഞങ്ങളെ ആശങ്കയിലാക്കുന്ന ചില സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. ചില ഇതര നാട്ടുകാർ കച്ചവട ലാഭം മാത്രം നോക്കി പുഴയെ മലിനമാക്കി മത്സ്യബന്ധനം നടത്തിപ്പോവുകയാണ്. ഇതുമൂലം പുഴയിലെ മത്സ്യങ്ങൾക്ക് വംശനാശ ഭീഷണി ഉയർന്നിട്ടുണ്ട്. അവശേഷിക്കുന്ന മത്സ്യങ്ങൾക്കും മറ്റ് ജലജീവികൾക്കും ഇത് വലിയ അപകടമാണ്. അതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കേട്ടോ. പിന്നെ എന്താണ് നമ്മൾ പറയാൻ, എന്ത് കാര്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു തരേണ്ടത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പുഴ സംരക്ഷണത്തിനായി കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇനി ലാസ്റ്റ് കൺക്ലൂഷൻ. ദയവായി ഈ പ്രശ്നം ഉടൻ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബഹുമാനപൂർവ്വം നമ്മുടെ പേരെഴുതുക, സൈൻ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ബി നോക്കാം. പൊന്മാൻ കഥാകൃത്തിൻ്റെ കയ്യിൽ നിന്നും 10 രൂപ നോട്ട് കൊത്തിയെടുത്ത് പറക്കാൻ തുടങ്ങി. ഇതിൽ വ്യക്തമാകുന്ന ആശയം എന്തെന്നാണ്? ഇപ്പോൾ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ജീവജാലങ്ങളുടെ തന്ത്രങ്ങൾ വ്യത്യസ്തമാണ്. മത്സരത്തിന് പകരം നോട്ട് തിന്നാം എന്ന് ചിന്തിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. മത്സ്യവും നോട്ട് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അതൊരു സൂചന പോലെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. കഥാകൃത്തിൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ നോട്ട് കൊത്തിയെടുത്ത് മീനിനായി വിൽപ്പനക്കാരൻ്റെ പിന്നാലെ പായുകയാണ് പൊന്മാൻ. മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിൻ്റെ ഫലമായി നിലനിൽപ്പിനായി പൊന്മാനും മനുഷ്യരുടെ പാത പിന്തുടരുകയാണ്. ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ നാളെ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും മനുഷ്യരെ പോലെ പണത്തിന് പിന്നാലെ പായേണ്ടി വരുമെന്ന സത്യമാണ് ഈ വരികളിലൂടെ കഥാകാരൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പ്രവർത്തനം 3 നോക്കാം. അഭിമുഖ ചോദ്യാവലി. നല്ല മര്യാദക്കാരി, ആര് കാണാനില്ലെങ്കിൽ ഇവന്മാരും നഞ്ചു കളിക്കാന്നല്ലോ. മീൻപിടുത്തം. നാളത്തെ പൊന്മാൻ എന്ന കഥയിലെ നാട്ടുകാരൻ്റെ വേദന നിങ്ങൾ കണ്ടില്ലേ? ആറ്റിറമ്പിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പൊന്മാനുകളുടെ നാട്ടിലേക്ക് ഒരു യാത്ര പോയാലോ? അവർ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ചോദ്യാവലി തയ്യാറാക്കുക. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ആറ്റിറമ്പ് ഗ്രാമത്തിലെ പുഴ മലിനമാകാൻ പ്രധാന കാരണം എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യരുടെ മത്സ്യബന്ധന രീതികൾ പൊന്മാനുകളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ, പൊന്മാൻ ഭക്ഷണം കണ്ടെത്താൻ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റിറമ്പ് ഗ്രാമത്തിലെ പരിസ്ഥിതി സംരക്ഷണത്തിനായി എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളണം? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാക്കുക. 4 ക്വസ്റ്റ്യൻസ് മിനിമം ഉണ്ടാക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ബി നോക്കാം. പ്രളയ അവസാനം കവിത എഴുതിയതാര്? ഓപ്ഷൻ: കടമ്മനിട്ട രാമകൃഷ്ണൻ, സച്ചിദാനന്ദൻ, പുനലൂർ ബാലൻ, സുഗതകുമാരി. അപ്പോൾ ഇത് രചിച്ചത് സച്ചിദാനന്ദനാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി പ്രവർത്തനം 4 നമുക്ക് നോക്കാം. താരതമ്യക്കുറിപ്പാണ്, അതായത് കമ്പാരിസൺ. ക്വസ്റ്റ്യൻ നമ്പർ എ, കൂട്ട്. 1 ആയി നിന്നാൽ ഒന്നുമാവില്ല, ഒന്നായി നിന്നാൽ ഒന്നാമതാവാം, ഒത്തു 10 കൈകൾ ചേർന്നാൽ ഒത്ത മലയും ആഞ്ഞു പൊക്കാം. അനൈ കൃഷ്ണ KP. സച്ചിദാനന്ദൻ്റെ കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിത വായിച്ചില്ലേ? കവിതയുടെ ആശയവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. 2 കവിതകളും ഒരുമയുടെ മഹത്വം വ്യക്തമാക്കുന്ന കവിതകളാണ്. 1 ആയാൽ നിന്നാൽ ഒന്നുമാവില്ല എന്നത് ഒറ്റയ്ക്കുള്ള ശ്രമങ്ങൾ ഫലപ്രദമാകില്ല എന്ന സത്യമാണ് സൂചിപ്പിക്കുന്നത്. കൈകോർത്തവർ കവിതയിൽ സാമൂഹിക ഐക്യത്തിൻ്റെ അഭാവം എത്രത്തോളം ദുർബലതയുണ്ടാക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു. 1 നിന്നാൽ ഒന്നാമതാവാം എന്നത് ഒരുമയുടെ കരുത്ത് സമൂഹത്തെ മുന്നോട്ട് നയിക്കുമെന്ന് വ്യക്തമാക്കുന്നു. കൈകോർത്തവർ കവിതയിലും ഒരുമയും ഐക്യവും ജയമുണ്ടാക്കുന്ന ഒരു ശക്തിയാണെന്ന് വിവരിക്കുന്നു. 2 കവിതകളും ഒരു സമൂഹം വിജയിക്കണമെങ്കിൽ ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്ന് വിശദീകരിക്കുന്നു. നിങ്ങൾക്ക് ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ബി, ഒരുമ എന്ന സന്ദേശം നൽകുന്ന പഴഞ്ചൊല്ല് തിരഞ്ഞെടുക്കുക. ആപത്ത് പറ്റത്തോടെ, നിറകുടം തുളുമ്പില്ല, ഐക്യമത്യം മഹാബലം, തനിക്ക് താനും പുരയ്ക്ക് തൂണും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഐക്യമത്യം മഹാബലം. പ്രവർത്തനം 5, ആസ്വാദനക്കുറിപ്പ്. ഇല. അപ്പോൾ നമുക്ക് വായിക്കാം.
മുട്ടുപോലിരുന്നപ്പോൾ അവൾ ഒരു ചെമ്പനീരായിരുന്നു. പതിയെ അവൾ തത്തമ്മ തൂവലിൻ്റെ മിനുത്ത ഇളം പട്ടുപോലെയായി. ദിവസങ്ങൾ പോയതിനിടയിൽ എത്ര ഉറുമ്പുകളാണ് അവളെ മടക്കി വീടുണ്ടാക്കാൻ ശ്രമിച്ചത്. കുശുംബന്മാർ അവൾ തന്നെത്താൻ പറഞ്ഞു. ദിവസം തോറും അവൾ മഞ്ഞയായിക്കൊണ്ടിരുന്നു. വിരിഞ്ഞപ്പോൾ പൂ പോലെ മൃദുലം, പിന്നെ പച്ച, ഇപ്പോഴിതാ മഞ്ഞ. ഇനി നാളെ എന്താവും? അവൾ ആശയോടെ സ്വപ്നം കണ്ടു. പക്ഷെ അവൾക്കറിയില്ലല്ലോ അവളിനി മണ്ണിൽ ഞെട്ടറ്റ് വീഴുമെന്ന്. ആതിരാക്കെ കവിത വായിച്ചില്ലേ? ഇലയുടെ രൂപമാറ്റങ്ങൾ മനോഹരമാണ്. ഇതിനൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആതിരാക്കയുടെ ഇല എന്ന കവിത പ്രകൃതിയിലുടനീളം നടക്കുന്ന മാറ്റങ്ങളുടെ ഭംഗിയും അതിനോട് ഇലയുടെ പ്രതികരണവും മനോഹരമായി ചിത്രീകരിക്കുന്നു. ഒരു ഇലയുടെ ജീവിതചക്രം മനുഷ്യജീവിതത്തിൻ്റെ ഉപമയായി കവിത അവതരിപ്പിക്കുന്നു. കവിതയിലെ ഭാവനാ സൗന്ദര്യം അതിമനോഹരമാണ്. മൊട്ടുപോലിരിക്കുമ്പോൾ ചെമ്പനീരായിരുന്നു എന്നത് പുതുതായി ജനിക്കുന്ന ഒരു ജീവൻ്റെ സൗന്ദര്യത്തെ കാണിക്കുന്നു. പൂവിൻ്റെ മൃദുത്വവും തത്തത്തൂവലിൻ്റെ മിനുക്കും വളർച്ചയുടെ സൂചനയാണ് തരുന്നത്. ഉറുമ്പുകൾ വീടുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് പ്രകൃതിയിലെ ചെറിയ ജീവികൾ പോലും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്നാണ് നമ്മളെ കാണിച്ചു തരുന്നത്. പച്ചയായി പിന്നീട് മഞ്ഞയായി എന്ന വരികൾ ജീവിതയാത്രയിലെ മാറ്റങ്ങൾ, പിന്നെ അന്ത്യാവസ്ഥയിലേക്കുള്ള കാൽവയ്പിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നാളെ എന്താവും എന്ന ഇലയുടെ ചിന്ത ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും മാറ്റത്തിൻ്റെ സത്യാവസ്ഥയും പ്രതിനിധീകരിക്കുന്നു. മണ്ണിലേക്ക് വീഴൽ എന്ന വരികളിൽ പറയുന്നത് ജീവിതചക്രം പൂർത്തിയാകുന്നതിനെയും ഓരോരും നശിച്ചുപോയാലും പുതിയ ജനിക്കുമെന്നുള്ള സത്യവും പറഞ്ഞു വയ്ക്കുന്നു. കവിതയിലെ ഭാവനാ സൗന്ദര്യവും ഭാഷാ ലാളിത്യവും മനോഹരമാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഇതാണ് എന്ന് പറഞ്ഞിട്ട് അതും കൂടി നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. പ്രവർത്തനം 6 കഥാപാത്ര നിരൂപണം. അവസാനത്തെ ഇലയിലെ ബർമാൻ ഒരു അത്ഭുത മനുഷ്യനാണ്. അയാളുടെ ഇടപെടലാണ് ജോൺസിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. ബർമാനെക്കുറിച്ചുള്ള നിങ്ങളുടെ വായന അനുഭവം ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഒ ഹെൻറിയുടെ അവസാനത്തെ ഇല എന്ന ചെറുകഥയിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ബർമാൻ. തൻ്റെ വിചിത്രമായ രൂപവും വ്യക്തിത്വവും കൊണ്ട് ആദ്യ നോട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത ബർമാൻ എന്നാൽ കഥയുടെ അവസാനം അവൻ മഹാനായ ഒരു മനുഷ്യനാണെന്ന് തെളിയിക്കുന്നു. ചിത്രകാരികളായ ജോൺസിയുടെയും സ്യൂവിൻ്റെയും കഥയാണിത്. എന്നാൽ അതിലുപരി ഇത് ബർമാൻ എന്ന കലഹപ്രിയനും മുരടനുമായ വയസ്സൻ കലാകാരൻ്റെ കഥയാണ്. ചിത്രകാരികളായ പെൺകുട്ടികളെ അയാൾ ഒരു പിതാവിനെ പോലെ സ്നേഹിച്ചു. ഒരു വിരൂപനായ വൃദ്ധനായി ചിത്രീകരിക്കപ്പെടുന്ന ബർമാൻ തൻ്റെ ജീവിതം മുഴുവൻ ഒരു മാസ്റ്റർ പീസ് ചിത്രം വരയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അയാൾക്കത് ഒരിക്കലും സാധിച്ചില്ല. ഉപജീവനത്തിനായി മോഡലായി ജോലി ചെയ്തിരുന്ന അയാൾ തൻ്റെ കലാജീവിതം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വലിയ നിരാശയിലായിരുന്നു. മദ്യപാനത്തിനും അടിമയായിരുന്നു അയാൾ. ജോൺസി എന്ന യുവ ചിത്രകാരി മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്നത് കണ്ട് ബർമാന് അവളോട് അനുകമ്പ തോന്നുന്നു. ബർമാൻ അവസാനം ജോൺസിക്ക് വേണ്ടി തൻ്റെ മാസ്റ്റർ പീസായ അവസാന ഇല രാത്രി മുഴുവൻ മഞ്ഞിൽ കുതിർന്ന് അദ്ദേഹം വരച്ചു. ഇതിലൂടെ ജോൺസിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബർമാൻ സ്വന്തം കലയുടെയും ജീവിതത്തിൻ്റെയും ഏറ്റവും മഹാനായ സ്നേഹസാക്ഷ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ ബി. കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്ന പാഠഭാഗത്തെ ആശയവുമായി പൊരുത്തപ്പെടാത്ത പ്രസ്താവന ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം. വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യം. സഹജീവികളോടുള്ള കരുതൽ നമ്മുടെ കടമയാണ്. പ്രവൃത്തിയിലല്ല പ്രസംഗത്തിലാണ് കാര്യം. എല്ലാവർക്കും തൻ കാര്യം തന്നെയാണ് പ്രധാനം. അപ്പോൾ നിങ്ങൾക്കത് വായിച്ചെന്ന് വളരെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രവൃത്തിയിലല്ല പ്രസംഗത്തിലാണെന്ന കാര്യം. ഈ ഓപ്ഷനാണ് ഈ പാഠഭാഗവുമായി ഒരു ബന്ധവും ഇല്ലാത്തത്, ഒരു പൊരുത്തവും ഇല്ലാത്തത്. താങ്ക് യു ഫോർ വാച്ചിങ് ചിൽഡ്രൻ.